ഇപ്പോഴും പുരുഷപക്ഷമില്ല, ഇപ്പോഴും സ്ത്രീപക്ഷം മാത്രമാണ് എല്ലാവരും സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ? ഇപ്പൊ പിൻവാതിലായാലും പുരുഷന്മാരെ കാണിച്ചുകൊണ്ട് സാർ പറയുന്നത് സ്ത്രീപക്ഷത്തിന്റെ ഉദാഹരണം പറഞ്ഞത്. ഇതിപ്പോൾ ഇങ്ങനെയുള്ള സംസാരങ്ങളാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. അല്ല, സ്ത്രീപക്ഷത്തിന് വേണ്ടിയല്ല, എനിക്ക് വ്യക്തികളെ ഉള്ളൂ, സ്ത്രീയില്ല പുരുഷനല്ല. ഇത് സക്കറിയുടെ ഒരു കഥ ഉദാഹരണമായിട്ട് പറഞ്ഞത് കൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. I'm Mihira. Mihira. Yeah. Okay, I think Chandra reflect look the poster. Yeah. I think you are doing some two looks. You have two Yes, looks. two looks. Yeah, okay. How did you enter into this group? I got this opportunity through Madhu Ambed sir. Actually, like, you know, I'm truly thankful to be part of as the lead actress of this movie, Pinvathil. Is it your first Malayalam movie? This is my first Malayalam movie, and of course, like, yeah, Madhu sir believed in me. Like, he felt that like I could handle the emotional depth of the character, because the character is it has two changes. Like, you know, as you said, like, it's two variations are there, like as a girl and as a boy. So he believed in me that I could handle the emotion of the depth of the character. So he recommended me to George sir, and that's how I got the film. I'm, you know, like, becoming an actor is my childhood dream. So, like, you know, beginning that journey from Malayalam film, like with this movie, Pinvathil, I feel so special, and I'm so thankful. So this is your first movie? First movie. Okay. In Malayalam, it is my first Malayalam. movie. Okay. Yeah. Previously you have done Kannada? I have done Kannada, Telugu and all. Kannada. Yeah. Hindi also. Okay. I've done as assistant director. I was into movies actually. Into movie world. Yeah. I'm a Kuchipudi. തെലുങ്കില് വർക്ക് ചെയ്തിട്ടുണ്ട്. സാറിന്റെ കണ്ടെത്തലാണ് അല്ലെ മലയാളത്തിലോട്ട്? അടുത്ത ഹീറോയിനാണ് അല്ലെ? ഈ പേരെന്താ? അതിശ്വ. ഓക്കെ. എങ്ങനെയാണ് ഇതിൽ വേറെ മൂവീസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോ ഫെബ്രുവരി 6 രഘുറാം റിലീസ് ആണ്. ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. അതിലെ ഹീറോയിൻ ആയിരുന്നു. ശരിക്കും പിൻവാതിലായിരുന്നു ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞത്, പക്ഷെ റിലീസ് ആയത് രഘുറാം ആയിരുന്നു. ഇതില് ജാൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു പൊളിറ്റീഷ്യന്റെ മകളാണ്. അച്ഛന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ക്യാരക്ടർ. പോസിറ്റീവ് ക്യാരക്ടറാണ്. അതെ. ഈ സിനിമ പറയുന്ന മൂവി എത്ര തരത്തിൽ വ്യത്യസ്തമാണ് പറയുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന സിനിമകളിൽ നിന്ന്? എന്താണ് പ്രേക്ഷകരെ നമ്മള് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പോകുന്നത്? ഇത് ശരിക്കും പറഞ്ഞാല് ഇപ്പോ ജനങ്ങള് പറയാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങള് നമ്മൾ ഈ ഒരു മൂവിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ നമുക്കിപ്പോ ചിലപ്പോ പല കാര്യങ്ങളും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ അത് നമ്മളൊരു മൂവിയിലൂടെ പറഞ്ഞു പോകുന്നു. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. അതെ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ട് ഇന്നത്തെ രാഷ്ട്രീയം പറയാനുള്ള ഒരു ശ്രമം ഈ ഒരു കഥാപാത്രത്തിലൂടെ സാധിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തി എന്ന രീതിയിൽ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ കഥാപാത്രത്തിലൂടെ പറയാനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടോ? 70%.